മിക്സിയിൽ ഒന്ന് കറക്കി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടാവുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാരറ്റ് ഉപയോഗിച്ചാണ്. ഞാനിവിടെ ഏകദേശം 100 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷമുള്ള അളവാണ് 100 ഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് സ്റ്റീമർ നേരത്തെ ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ആവി കയറ്റിയെടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ക്യാരറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും. ഈ ഒരു പാകത്തിന് റെഡിയായി മതി. ഇതിന്റെ ചൂട് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മിക്സറിന്റെ ജാറിലേക്ക് ഇത് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് വേവിച്ചപ്പോൾ ഇറങ്ങി വന്ന വെള്ളം കളയേണ്ട ആവശ്യമില്ല. അതുകൂടെ ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അര കപ്പാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 1 കപ്പ് തേങ്ങ ചെറിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ബാച്ച് ആയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് വറുത്ത നല്ല ഫൈൻ ആയിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പത്തിരിപ്പൊടി എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി അളവ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അരച്ച് വന്നതിന് ശേഷം വീണ്ടും 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് ഇത് അരച്ചെടുക്കാൻ 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. കൂട്ടിന്റെ കൺസിസ്റ്റൻസി ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഇനി ഇത് ആവി കയറ്റി എടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഏത് പാത്രമാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു പാത്രം നല്ലപോലെ തന്നെ നെയ്യ് തടവി എടുക്കാം. ഇതുപോലത്തെ ഒരു പ്ലേറ്റിലാണ് ഞാനിവിടെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിൽ നിന്നും ആവശ്യത്തിന് കൂട്ട് നമുക്ക് ആ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിപ്പോൾ ഒരുപാട് തിക്കായിട്ടല്ല തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. തിന്നായിട്ടുള്ള ഷീറ്റായിട്ടാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ടും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഇത് ആവി കയറ്റി എടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് തയ്യാറാക്കി എടുക്കാം. ഏകദേശം 3 തവിയോളം കൂട്ടൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവി കയറ്റി എടുക്കാം. സ്റ്റീമർ നല്ലപോലെ തന്നെ ആവി വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ആവി കയറ്റി എടുക്കാം. 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇത് പാകത്തിന് സെറ്റ് ആയിട്ടുണ്ടാകും. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്യുക. നീറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം വേണം ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടൊക്കെ ആറി വരുമ്പോൾ ഇതിന്റെ അരികുകളൊക്കെ നന്നായിട്ട് വിട്ടൊക്കെ വരും. അതിനുശേഷം ഇതുപോലെ സ്പാറ്റിലിയോ അല്ലാന്നുണ്ടെങ്കിൽ കത്തിയോ ഉപയോഗിച്ച് ഒന്ന് അരികുകളൊക്കെ നന്നായിട്ട് വിടിയിച്ചിട്ട് നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്നും ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം. നെയ്യാക്കിയത് കൊണ്ട് തന്നെ ഇത് പാത്രത്തിലൊന്നും ഒട്ടും തന്നെ പറ്റി പിടിക്കൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ കണ്ടില്ല, ഒട്ടും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാരറ്റ് ഉപയോഗിച്ചിട്ടുള്ള ആവിയിൽ വേവിച്ചെടുത്തിരിക്കുന്ന കിണ്ണത്തപ്പാണ്. ഈ ഒരു അളവിൽ നമുക്ക് 3 ഇതുപോലത്തെ ഷീറ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഞാനിപ്പോൾ ഇവിടെ മുറിച്ചും കൂടെ കാണിച്ചു തരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ആവിയിൽ വേവിച്ചെടുത്ത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ക്യാരറ്റ് കൊണ്ടുള്ള കിണ്ണത്തപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്യാരറ്റ് ഇല്ലാതെയും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടാവുന്നതാണ്. മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായാലും കുട്ടികളുടെ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനായാലും ഒക്കെ പെർഫെക്റ്റ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കിണ്ണത്തപ്പം എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.